ഇതാണ് എബി. 24 ഇയേഴ്സായ എബിയുടെ ഒരു യാത്ര. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ബട്ട് ഇറ്റ് ടുക്ക് ഇയേഴ്സ് ആൻഡ് ദ സ്ട്രഗിൾ ഹി ഹാഡ്, അത് ഇറ്റ്സ് വർത്ത് പ്രൈസിങ്. ഹായ്, ഐ ആം എബി. ഈ കഫേ OTT എൻ്റെ ഷോപ്പാണ്. ഇവിടെ കളമശ്ശേരി ക്യുസാറ്റിൻ്റെ അവിടെയാണ് എൻ്റെ ഷോപ്പ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 24 ഇയേഴ്സായിട്ട്, എനിക്കിപ്പം 24 ആണ് ഏജ്. അപ്പോൾ ഈ കഴിഞ്ഞ 24 ഇയേഴ്സായിട്ട് ഞാനിപ്പം ഇതുവരെ എത്തിയൊരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഞങ്ങൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആണ് ഞാൻ ഈ ഒരു പ്രപഞ്ചം വരെ ഞാനിവിടെ എത്തിയത്. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയുടെ സമയത്തായിരുന്നു കോവിഡ് വരുന്നത്. കോവിഡ് വന്നിട്ട് ഞാൻ പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സായി, ഓൺലൈൻ എക്സാമായി. ആ ഒരു കോവിഡ് ടൈമിന് എല്ലാവർക്കും പറ്റിയതുപോലെ തന്നെ ഞങ്ങൾക്കും ഫുള്ളി മൊത്തത്തിൽ ഡൗണായി. ഞങ്ങൾക്ക് ഫുഡിന് പോലും ഒരു വേറെ വഴിയില്ല എന്നുള്ള രീതിയിലായി. ആ സമയത്ത് കോവിഡ് വരുന്നത് 2019 മാർച്ച് 23. ആ ഒരു ടൈമിനാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു ബിസിനസ് iFruit എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് വഴുതക്കാട് നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ ലോക്ക്ഡൗൺ 144 പ്രഖ്യാപിച്ച് ഫുള്ളി ലോക്ക്ഡൗൺ ആവുന്നു. മാർച്ച് 23. അതുകൊണ്ട് ആ ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഇവിടെ ഫുള്ളി ലോക്ക്ഡൗൺ ആവുന്നു. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ലോക്ക്ഡൗൺ ആയി. ഷോപ്പ് ഒരു 10 months അടുപ്പിച്ച് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. ആ ഒരു ടൈമിൽ വീട്ടിൽ എല്ലാവർക്കും പറ്റിയതുപോലെ തന്നെ ഞങ്ങൾക്കും വീട്ടിൽ ഫുഡ് പോലും മേടിക്കാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഒളിച്ചൊക്കെ പോയിട്ട് കടയിൽ പോയി ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനും ചേച്ചിയും അമ്മയും ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, വീണ്ടും ഫുൾ സീറോ. ഞങ്ങൾ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്തത് iFruitലോട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു. കോവിഡിൻ്റെ ഒരു 10 months അടുപ്പിച്ചായപ്പോൾ ഞങ്ങൾ വീണ്ടും സീറോയിൽ പോയി. എന്നിട്ട് ഞങ്ങൾ വീഴാണ്ട് iFruit ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 39 rupeesന് സ്റ്റീൽ പാത്രത്തിൽ 5 bots കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ആ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ്. അത് ഇപ്പോഴും റണ്ണിങ് ആണ്. ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ്. ഷാലിൻ സ്ക്രിയ എന്ന് പറഞ്ഞ എൻ്റെ ഇതിൻ്റെ അണ്ടറിൽ മമ്മിയുടെ തന്നെയാണ്. ഷാലിൻ എലിസെബി എന്ന് പറഞ്ഞിട്ടുള്ള അറിയായിരിക്കും. മമ്മിയുടെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഫുള്ളി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഞാനായിരുന്നു അവിടുത്തെ ഷോപ്പ്. പിന്നെ കോവിഡ് സമയത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓൺലൈനായിട്ട് നമ്മൾക്ക് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനായിരുന്നു ആ ഷോപ്പ് മാനേജ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നല്ല പാട് തന്നെയായിരുന്നു, നല്ല രീതിക്ക് പാടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യണം, എന്തെങ്കിലും ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോഴാണ് മമ്മിയുടെ 2 ഫ്രണ്ട്സ് ഉണ്ട് എറണാകുളത്ത്. അങ്ങനെയാണ് അവരുടെ അടുത്തോട്ട് വന്ന് അതുപോലും മമ്മിയുടെ അടുത്ത് ഒരു 500 രൂപ മേടിച്ചിട്ട് നീ എന്താണ് നോക്ക് എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് നേരെ എറണാകുളത്ത് വന്നു. മമ്മിയുടെ 2 ഫ്രണ്ട്സ് ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പം അവരുടെ അടുത്ത് കണക്ട് ചെയ്ത് അവർ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ഫുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു, നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഹെൽപ്പിലാണ് ഞാൻ കഫേ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് മോമോസിൻ്റെ മാത്രമായിട്ട് ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ഞാൻ കഫേ സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വണ്ടിക്കകത്ത്, ഒരു ഉന്ത് വണ്ടിക്കകത്ത് മോമോസിൻ്റെ ഒരു 3-4 വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നു. പിന്നെ ഈ സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സിനെ ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേഷനിൽ നിന്നുള്ള പേപ്പറൊക്കെ വന്ന സമയത്താണ് ഞാൻ അതും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കോർപ്പറേഷൻ അവിടെ നിന്ന് തന്നെ ഓട്ടിച്ചു. അവിടെ നേരെ ഞാൻ എടപ്പള്ളി ജംഗ്ഷൻ ടോൾ ജംഗ്ഷനിൽ വന്നു. ടോൾ ജംഗ്ഷനിൽ ഞാനൊരു 6 months 7 months അടുപ്പിച്ച് ടോൾ ജംഗ്ഷനിലുണ്ടായിരുന്നു. അവിടെ പിന്നെ മഴയൊക്കെ വരുമ്പോൾ നല്ല വെള്ളം കയറുന്നു. ആ സമയത്തും എനിക്ക് എൻ്റെ ഇൻവെർട്ടർ അടിച്ചു പോയി. അങ്ങനെ ഷോപ്പിലുണ്ടായിരുന്ന കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെ നഷ്ടം വന്നു. എന്നാലും അതുപോലും കളയാണ്ട് എന്നിട്ടും അത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയും കോർപ്പറേഷൻ വന്നു. നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലായിരുന്നു. അവിടെ ഭയങ്കര മെട്രോക്കാരൊക്കെ ഭയങ്കര പ്രശ്നമായപ്പം അതും അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കൊച്ചിയിൽ എനിക്ക് ആ ഒരു ഉന്തുവണ്ടി സ്ട്രീറ്റ് ഫുഡ് എന്നുള്ള സംഭവം തുടങ്ങാനായിട്ടൊരു സ്പേസ് കിട്ടാനായിട്ട് ഭയങ്കര ടഫായിട്ട് വന്നു. പിന്നെ റെൻ്റെല്ലാം ഭയങ്കര കൂടുതലായിരുന്നു. ആ സമയത്ത് എനിക്ക് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ കോൺസെപ്റ്റ് ഷുഗർലെസ് ആയിട്ട് പ്രിസർവ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് നമ്മൾ ലൈവായിട്ട് കസ്റ്റമറെ ഫ്രണ്ട് വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ഐസ്ക്രീമാണ് നമ്മുടെ.
അപ്പം ഈ ഒരു കോൺസെപ്റ്റ് കൊച്ചിയിൽ വലുതായിട്ട് എങ്ങുമില്ല. നമ്മുടെ ലുലുവിലൊക്കെ ഉണ്ട്, ബട്ട് നമ്മുടെ അല്ലാണ്ട് ഈ ഫ്രഷ് ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു ഇത് മമ്മിയുടെ അടുത്ത് സംസാരിച്ചു. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന മിഷൻസിൻ്റെ 1-2 കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 7 months ആയിട്ടുണ്ട്. ഞാൻ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കഫേ OTT എന്ന് പറഞ്ഞിട്ടുള്ള കഫേ OTT, ഓവർ ദി ടേസ്റ്റ് കഫേ OTT എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അത് നമ്മുടെ ക്യുസാറ്റിൻ്റെ ഫ്രണ്ടിലാണ്, കളമശ്ശേരി ക്യുസാറ്റ് കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ട്. എബി ഏറ്റവും ചെയ്ത നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഹി ഡിഡ്ന്റ് ക്വിറ്റ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വീട്ടിലുണ്ടായപ്പോഴും എനിക്ക് പേഴ്സണലി അറിയാവുന്നൊരു ഫാമിലിയാണ്. എബിയുടെ അമ്മയെ അറിയാം, എബിയെ അറിയാം, എബിയുടെ സിസ്റ്റർ അറിയാം. എബിയുടെ അമ്മയൊക്കെ ഗോ ത്രൂ ചെയ്ത ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ അത് കണ്ണുനീരിൻ്റെ ഒരു റൂട്ട് തന്നെയാണ്. ഒരുപാട് രോഗങ്ങൾ പുള്ളിക്കാരത്തേക്ക് കയറി ഉണ്ടായി. അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളെയും വളർത്തണം. ഷീ ഹാഡ് ടു ടേക്ക് മെഡിസിൻസ്. ഇറ്റ് വാസ് നോട്ട് ഈസി അറ്റ് ഓൾ, ഇല്ലേ എബി? അതെ. അപ്പം സിംഗിൾ പേരൻ്റ് ആയിട്ട് നിന്ന് നിങ്ങളെ ഇത്രയും വളർത്തിയെടുത്ത് ആൻഡ് 24 വയസ്സുള്ള എബിയെ ഒരു ഓൺട്രപ്രനർ ആക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ഇതിനകത്ത് കാണാനായിട്ടുള്ളത്. എബി, വാട്ട് ഈസ് ദറ്റ് വൺ തിങ് ദറ്റ് യു വോണ്ട് ടു ടെൽ അവർ വ്യൂവേഴ്സ്? എബിക്ക് എന്താ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ജീവിതത്തിൽ എബിയുടെ ഈ ലൈഫിൻ്റെ സാഹചര്യങ്ങളൊക്കെ വെച്ച് എന്താണ് പറയാനുള്ളത്? ഏതൊരു സംഭവത്തിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും അത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യാണ്ട് മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും. ഏതൊരു സമയത്താണെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുന്നൊരു റൂട്ടുണ്ട്, അതല്ലാണ്ട് വേറൊരു വഴി ഉണ്ടാവും. അങ്ങനെ ട്രൈ ചെയ്യുക. ഇപ്പുറത്ത് വേറെ നമുക്ക് മാക്സിമം പറ്റുന്ന എല്ലാ വഴിയിൽ നിന്നും ട്രൈ ചെയ്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു മൈനോട്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടും, ഒരു കയറി വരേണ്ട ലിങ്ക്. അങ്ങനെ നമുക്ക് കയറി വരാൻ പറ്റും. ആരും ക്വിറ്റ് ചെയ്യാതിരിക്കുക, എല്ലാവരും ട്രൈ ഹാർഡ്. മുമ്പോട്ട് കയറുമ്പം പുറകോട്ട് 2 സ്റ്റെപ്പ് എന്തായാലും വരും. 100% വരും. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 100% വരും. 2 സ്റ്റെപ്പ് എന്നല്ല, ചിലപ്പം നമ്മൾ 2 സ്റ്റെപ്പ് കയറി നിൽക്കുമ്പോൾ നേരെ തിരിച്ച് 10 സ്റ്റെപ്പ് ആയിരിക്കും ബാക്കിലോട്ട് വരുന്നത്. എന്നാൽ പോലും ക്വിറ്റ് ചെയ്യാണ്ട് അത് നമ്മൾ മാക്സിമം ഹാർഡായിട്ട് ട്രൈ ചെയ്ത് പിടിച്ചു നോക്കുക, എന്തായാലും പറ്റും, കയറി വരും. യെസ്, ഇതാണ് എബിയുടെ സ്റ്റോറി. അവിടെ ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, തോറ്റു പോകുന്നു കാണുമ്പോൾ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് നിൽക്കാതെ ആ തോൽവിയിൽ എന്താണ് പഠിച്ചു എന്നും ഓർക്കുക. എന്നിട്ട് ആ പഠിച്ചതിനെ ഗ്രൗണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ പണിയുക, അതിൻ്റെ മുകളിലോട്ട് കയറുക. ജീവിതത്തിൽ ജയിക്കാനായിട്ട് പ്രത്യേകിച്ച് റൂട്ടൊന്നുമില്ല. ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ അവനാൻ വിചാരിക്കണം. ഞാൻ വിചാരിച്ചാൽ എൻ്റെ ജീവിതം എനിക്ക് ജയിക്കാൻ നോക്കും. എബി വിചാരിച്ചപ്പോഴാണ് എബി ജയിച്ചത്. ഇപ്പം എബിയും എല്ലാം വിചാരിക്കുക, ഓക്കെ എനിക്കെന്താ ഇങ്ങനെ, എൻ്റെ വീട്ടിലെങ്ങനെ, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ, ഞാൻ ഇങ്ങനെ അങ്ങ് തീരാനാണോ എന്നൊക്കെ എബി വിചാരിച്ചിരുന്നു, നിരാശപ്പെട്ടിരുന്നെങ്കിൽ. നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം അയ്യോ അതിനി ഇങ്ങനെ നേരാക്കാം, അതിൻ്റെ ബാക്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരെണ്ണം നേടണം എന്നുള്ളൊരു മൈൻഡിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ വന്നാലും അതൊന്ന് കറക്റ്റായിട്ട് റൂട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് നമുക്കൊരു വിഷയമില്ലാത്ത കാര്യമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിൽ തന്നെ വരും. ഓക്കെ, അത് എന്തായാലും നമുക്കിവിടെ ഓക്കെ സ്റ്റേബിളായിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് നമുക്ക് എന്തായാലും തോട്ട് വരും. ആൻഡ് ഹാർഡ് വർക്കിംഗ്, അല്ലേ? യു നീഡ് ടു വർക്ക് ഹാർഡ്. സുഖമായിട്ട് വീട്ടിൽ ഇരുന്ന് എല്ലാം നേടാമെന്ന് ആരും വിചാരിക്കില്ല. എബിയൊക്കെ ഓൺ ദ സ്ട്രീറ്റ് ആയിരുന്നു, അല്ലേ? ഓൺ ദ സ്ട്രീറ്റ് നിന്ന് ഇവിടെ എടപ്പള്ളി, ഞാൻ ഒരു മെക്കാനിക്കൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, നീ ഒരു മെക്കാനിക്കൽ അല്ലേ, എന്നിട്ട് എഞ്ചിനീയർ അല്ലേ, എന്നിട്ട് റോട്ടിൽ എടപ്പള്ളിയിൽ ഞാൻ ആ കഫേ സർക്കിൾ തുടങ്ങിയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഷോപ്പ് നടത്തിയിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പാത്രമല്ല, ഞാൻ അവിടെ റോട്ടിൽ താഴെ ഇരുന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് ഞാൻ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഫുട്പാത്ത് ഇരുന്നൊക്കെയാണ് പാത്രം കഴിക്കുന്നത്. കുറേ പേര് എന്നിട്ട് ചോദിക്കും, നീ എന്തിന് ഇങ്ങനെ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതിന്? അതിനകത്ത് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയത്. ഏതൊരു കാര്യമാണെങ്കിലും നമ്മളൊന്ന് ആര് നോക്കുന്നു, ആരെന്ത് പറയുന്നു എന്നുള്ള ആരും ശ്രദ്ധിക്കുകയും വേണ്ട, നോക്കുകയും വേണ്ട, മൈൻഡ് വേണ്ട. ഞാൻ സത്യം പറഞ്ഞ മൈൻഡ് ഇപ്പം ആരാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ മൈൻഡിലൊരു തോട്ട് ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മളിത് ട്രൈ ചെയ്യുക. അതപ്പോൾ അത്രയ്ക്ക് നെഗറ്റീവാണ്, ബാഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. അല്ല, അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ആര് പറയുന്നത് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ട്രൈ ഹാർഡ് ചെയ്താൽ മതി, നമ്മളെ കൊണ്ട് പറ്റും. അതെ. സോ ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എബി. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐ ഹോപ്പ് this has been inspirational. ആർക്കെങ്കിലും ഇത് പ്രയോജനമായെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറി സക്സസ് ആയെന്ന് we believe. So until we meet next, this is me, Priya Jacob, signing off.